CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ വൻമതിലായ മാർക്കോ ലെസ്കോവിച്ചിനെ കുറിച്ചും കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന FC ഗോവയുടെ സൂപ്പർ താരമായ നോഹയെ കുറിച്ചുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് മാർക്കോ ലെസ്കോവിച്ചിനെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ തുടർച്ചയായി പരാജയങ്ങളും ഫോമില്ലായ്മയും നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇനി ശേഷിക്കുന്ന എല്ലാ മത്സരങ്ങൾക്കും വേണ്ടി വിജയവഴിയിലേക്ക് തിരിച്ചെത്താനുള്ള പരിശ്രമത്തിലാണ് നിലവിലുള്ളത്. ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയും കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണെന്ന് നമുക്കറിയാം. FC ഗോവയുടെ സൂപ്പർ താരമായ നോഹയെ 2 വർഷത്തെ കരാറിൽ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC ചർച്ചകൾ ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും നിലവിൽ വളരെയധികം സന്തോഷത്തിലാണ്. പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരെ എല്ലാവരെയും സങ്കടത്തിലാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പ്രതിരോധ നിരയിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി നിലകൊള്ളുന്ന ഒരു താരമാണ് ക്രൊയേഷ്യൻ സൂപ്പർ താരമായ മാർക്കോ ലെസ്കോവിച്ച്. ഏതായാലും നിലവിൽ മാർക്കോ ലെസ്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിയുന്നതോടുകൂടി ലെസ്കോവിച്ചിന്റെ ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുന്നതാണ്. ഏതായാലും നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു താരത്തിന്റെ അഥവാ മാർക്കോ ലെസ്കോവിച്ചിന്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് FC പുതുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ്. അതിനാൽ തന്നെ 30 വയസ്സുകാരനായ മാർക്കോ ലെസ്കോവിച്ച് എന്ന ഈ ഒരു സൂപ്പർ താരം ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിയുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുക തന്നെ ചെയ്യും. ഇനി ഏതായാലും മാർക്കോ ലെസ്കോവിച്ചിന്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് FC പുതുക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ താരത്തിന് പകരക്കാരനായിക്കൊണ്ട് മറ്റൊരു വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ടീമിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ പ്രേരിപ്പിക്കാത്തത് താരത്തിന്റെ പരിക്കുകൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ISLന്റെ സീസൺ തുടക്കത്തിലൊന്നും താരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. പരിക്ക് കാരണം പുറത്തായിരുന്നു. ഈ ഒരു ISLന്റെ കുറെ അധികം മത്സരങ്ങൾക്ക് ശേഷമായിരുന്നു താരം കളിക്കളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് കുറച്ച് മത്സരങ്ങൾ കളിച്ചു പോയേക്കും താരത്തിന് വീണ്ടും പരിക്കു പറ്റിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് കൊണ്ട് താരത്തിന് ഈ ISL സീസൺ മുഴുവനായി നഷ്ടമാവുമെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിക്കുകളുടെയും താരത്തിന്റെ ഫിറ്റ്നസ് ഇഷ്യൂ കൊണ്ടുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാത്തത് എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുക. ഇനി അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയിൽ നിന്നും ടീമിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നോഹ സദോയിയെ കുറിച്ചാണ്. ഏതായാലും നോഹ സദോയിയെ കുറിച്ചുള്ള വാർത്തയും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമൊന്നുമല്ല, മറിച്ച് പ്രതികൂലം തന്നെയാണ്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് 30 വയസ്സുകാരനായ ഈ ഒരു വിങ്ങർ നോഹ സദോയി എന്ന സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കല്ല വരിക, മറിച്ച് വരാനിരിക്കുന്ന ഈ ഒരു സീസണിൽ താരം ഒഡീഷ FCയിലേക്ക് ചേക്കേറാനാണ് ഒരുങ്ങുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ ഒഡീഷ FC നോഹയുമായുള്ള പ്രീ കോൺട്രാക്ടിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒഡീഷ FC ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു ദീർഘകാലത്തെ കരാറാണ് ഓഫർ ചെയ്തിട്ടുള്ളത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു ISL 10ാം സീസൺ കഴിയുന്നതോടുകൂടി FC ഗോവയുമായുള്ള താരത്തിന്റെ കരാർ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകളാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും വിങ്ങർ ആയിക്കൊണ്ട് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കെൽപ്പുള്ള ഈ ഒരു നോഹ സദോയി എന്ന സൂപ്പർ താരത്തെ ഏത് ക്ലബ്ബാക്കും സ്വന്തമാക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.